തൊട്ട് നോക്കി മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം. മുണ്ടെടുപ്പിച്ചമ്മേ തക്കര് പൊണ്ണോ കുഞ്ഞി തക്കര് ഉറങ്ങിക്കോട്ടെ എന്റെ അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞുവാവ ഉണ്ടായിട്ട് 28 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് മരിയയുടെ വീട്ടിലേക്ക് പോയി കുഞ്ഞിനെ കാണുകയും അതേമാതിരി തന്നെ ഒരു നൂല് കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ രാവിലെ തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ സെറ്റാക്കി അവിടേക്ക് പോകാനുള്ളത്. എന്നിട്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള പഴം, പിന്നെ ഇത് കരിമ്പ് പെരുന്നാൾക്ക് പോയി വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് സെറ്റായി ഇപ്പോഴേ ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വരുന്ന വിശിഷ്ട അതിഥി ഞങ്ങളുടെ എഡ്ലിൻ മറിയമാണ്. കുഞ്ഞിനെ കെട്ടിക്കാനുള്ള ചെരടും പിന്നെ ഉടുപ്പിക്കാനുള്ള ഒരു കസവും മുണ്ടും അവിടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ മരിയയുടെ വീട്ടിലെത്തി. ഇതാണ് മരിയയുടെ പപ്പ. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് 28 കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുഞ്ചനിച്ച് 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൂലുകെട്ടിൻ്റെ ചടങ്ങുള്ളതാണ് കേട്ടോ. അത് റിലീജിയസ് വൈസ് അല്ലാതെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു കാര്യങ്ങളാണ്. എല്ലാ റിലീജിയൻസിലും ഇത് ഞങ്ങളവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എല്ലാവരും കുഞ്ഞിന് 28 ദിവസം ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മ വീട്ടിലേക്ക് ചെന്ന് പലഹാരങ്ങളും അതേമാതിരി തന്നെ ഇങ്ങനെ പഴവർഗ്ഗങ്ങളും കൊടുത്ത് അവർക്കൊരു സന്തോഷം കൊടുത്തുകൊണ്ട് പിന്നെ കുഞ്ഞിന് നൂലുകെട്ടിലും അന്നത്തെ ദിവസം തന്നെ ഉപ്പും പുളിയും കുഞ്ഞിൻ്റെ നാവിൽ തൊടിയിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട്. കുഞ്ഞിനെ കണ്ട കണ്ട അപ്പോൾ കുഞ്ഞിൻ്റെ അരയിൽ നൂല് കിട്ടുന്നതിന് മുമ്പ് അവനെ കസവ് മുണ്ട് ഇടിപ്പിക്കാനായിട്ട് പോകാൻ കേട്ടോ. ആ കടയിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞു മുണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ കുഞ്ഞു പെപ്പയ്ക്ക് അതെന്തായാലും ഒരു വലിയ മുണ്ട് തന്നെ ആവും. ഞങ്ങൾ വിചാരിച്ച മാതിരി തന്നെ മുണ്ട് കുഞ്ഞിന് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അവനൊന്ന് ഉടുപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു പിന്നീട് ഞങ്ങൾ. കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ശരിക്കും അവൻ്റെ കൂടെ അധികം നാൾ നിന്നിട്ടില്ല. അവനെ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യും. എന്നെ എപ്പോഴും കാണുമ്പോഴും അവൻ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കും. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാറുണ്ട്, ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആ ഒരു മൊമെൻറ്റ്സൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെയും ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇതേമാതിരിയുള്ള മൊമെൻറ്റ്സ് നമ്മൾ ഫോണിൽ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ടാവും. അതേമാതിരി തന്നെ മെമ്മറി കാർഡിലും പെൻഡ്രൈവിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ടാവും. എന്നാൽ കാലക്രമേണ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. സോ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, പിക്ചറായാലും വീഡിയോസ് ആയാലും ഇതേമാതിരിയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് നിലനിൽക്കും. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം.
മുണ്ടെടുപ്പിച്ചമ്മേ. ഈ വീഡിയോ ഒക്കെ ഒരു 20 വർഷം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് വലുതായി കഴിഞ്ഞ് കാണുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ്, അങ്ങനെയുള്ള ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാക്കാൻ പറ്റുക ഫ്യൂച്ചറിൽ. അതാണ് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഉദ്ദേശം. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അമ്മയും മരിയും കൂടെ കുഞ്ഞിനെ മുണ്ടുടിപ്പിച്ചു. മുണ്ടെടുത്ത് അവനെ കാണാനായിട്ട് സുന്ദരനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തൊട്ടിൽ സെറ്റാക്കുന്ന പരിപാടിയിലായിരുന്നു അവിടുത്തെ അമ്മയും അവൻ്റെ മേമയും. സുന്ദരനായി കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്കാണ് നൂല് കെട്ടാനുള്ള അവകാശം എന്നാണ് പറയാറ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പച്ചനാണ് കേട്ടോ കുഞ്ഞിന് നൂല് കെട്ടാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങളിലോ ചടങ്ങുകളിലോ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം. എന്നിരുന്നാലും നമ്മളുടെയൊക്കെ കുടുംബങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, അവർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന രീതിയിലാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. പിന്നെ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ നൂലുകെട്ടിനും ശരിക്കും ഹിസ്റ്റോറിക്കൽ പരമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കലണ്ടറോ ടൈമുകളോ ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മുടെ പൂർവികർ വർഷങ്ങളും അല്ലെങ്കിൽ മാസങ്ങളും ഒരു കുഞ്ഞിൻ്റെ വയസ്സൊക്കെ നിശ്ചയിച്ചിരുന്നത് ഈ ഒരു നൂലുകെട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നൂലുകെട്ടിന് ശേഷം ഇപ്പോൾ ചെയ്യുന്നത് കുഞ്ഞിന് ഉപ്പും പുളിയും തേച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ഇതും സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമുക്കൊരു 28 ദിവസം, കുഞ്ഞ് ജനിച്ച് ഒരു 28-30 ഒരു മാസത്തിന് ശേഷമൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റ് ബഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്നത്, രുചി തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കൂടുതലായിട്ട് ഭക്ഷണം ഇൻടേക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കും എന്നുള്ളൊരു സയൻറ്റിഫിക് റീസണും ഇതിന് പിന്നിലുണ്ട്. ചോറൊന്നും വേണമെന്നില്ലേ? ഇഷ്ടായ ചേച്ചി പെണ്ണിനെ അങ്ങോട്ട് പുണ്ണിനെ നോക്കേ, ചേച്ചിയുടെ നമ്മുടെ നാട്ടിൽ അപ്പടി ആദർശമൊക്കെ എണ്ണ മറ്റേ ഒരു കല്യാണം കഴിയുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ ഒന്നാകും. എന്നാൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ രണ്ട് ഫാമിലീസാണ് ശരിക്കും ഒന്നാകുന്നത്. ഞങ്ങളുടെ രണ്ട് ഫാമിലിയുടെയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് അനുഭവിച്ചറിയാനായത് കുഞ്ഞുണ്ടായതിന് ശേഷമാണ്. കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ, അതായത് ഞാനൊരു നേഴ്സായിരുന്നിട്ട് കൂടെ
കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും രണ്ടമ്മമാരും എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ലൈക്ക് കുഞ്ഞിനെ എടുക്കുമ്പോൾ, അതേമാതിരി തന്നെ കുഞ്ഞിനെ കിടത്തേണ്ട സമയത്ത് അങ്ങനെയൊക്കെയുള്ളത്. അതേപോലെ തന്നെ മരിയയ്ക്കും കുഞ്ഞിനെ എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടതെന്നും, അതേമാതിരി തന്നെ ഇനി പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിനെ പിടിക്കേണ്ട രീതികൾ, അതേപോലെ പാല് ശിരസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ മരിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മമാർ. ഞങ്ങൾക്ക് കുഞ്ഞുവാവ ഉണ്ടാകുമ്പോൾ മരിയ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ കുഞ്ഞിന് കണ്ണെഴുതിക്കുന്നതും അതേമാതിരി തന്നെ ഇങ്ങനെ പൊട്ട് കുത്തി കൊടുക്കുന്നതും. സോ ആ ഒരു കാര്യവും ഞങ്ങൾ ഇന്നതേ തുടങ്ങുകയാണ്. അപ്പച്ചൻ പറഞ്ഞതുപോലെ എത്ര പേരാണ് ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ളത്. അത് തന്നെ ആ കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാടൊക്കെ വിട്ട് വിദേശങ്ങളിൽ ജനിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും മിസ്സായി പോകുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ ഒരു വലിയ മൊമെൻറ്റ്സ് ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്തതിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. നമ്മുടെ പാരൻസിൻ്റെ സൈഡിൽ നിന്നും ഫാമിലിയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടും സ്നേഹവും കുഞ്ഞുങ്ങളുടെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്തിന് അത് ഒത്തിരി ഉപകരിക്കും. അങ്ങനെ 28ൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പുതിയ വിശേഷങ്ങളായി അടുത്ത തവണ കാണാം. ദിസ് ഈസ് എൽദോ സൈനിങ് ഔട്ട് ഫ്രം ലൈഫ് വ്ലോഗ്സ് വിത്ത് ദ നഴ്സ് ബ്രോ.